ഈ കാണുന്നതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന ത്വായിഫിലെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് മസ്ജിദ്. ഇമാമു തഫ്സീർ, തർജുമാനുൽ ഖുർആൻ, റഈസുൽ മുഫസ്സിർ തുടങ്ങിയ സ്ഥാനപ്പേരുകൾക്കെല്ലാം ഉടമയായിരുന്നു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ചെറുപ്രായത്തിൽ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും ലഭിച്ച മഹാനായിരുന്നു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ജനന സമയത്ത് ആദ്യം കുഞ്ഞിന് നൽകിയത് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീര് കലർന്ന മധുരമായിരുന്നു. അതിൻ്റെ ബറക്കത്ത് മഹാനവറുകളുടെ ജീവിതത്തിലുടനീളം കാണാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളുടെ തലയിൽ കൈവച്ച് അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആന വത്തഅ്വീൽ, അല്ലാഹുവേ ഈ പൊന്നുമോന് ഖുർആനും അതിൻ്റെ വ്യാഖ്യാനവും നീ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഹാനവറുകൾ മുഫസ്സിറുകളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. ഹിജറ 687 ത്വായിഫിൽ വെച്ച് വഫാത്താവുകയും ഈ കാണുന്ന പള്ളിയുടെ കെട്ടിനകത്ത് അദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു.